പണ്ടൊക്കെ ഒരു വലിയ വീട്, ആ വീട്ടിൽ നിറയെ കുടുംബക്കാർ, അച്ഛൻ, അമ്മ, അച്ഛമ്മ, അച്ഛച്ചൻ, കുറേ പേരക്കിടങ്ങൾ, പിന്നെ ഈ അച്ഛമ്മയും അച്ഛച്ചൻ്റെയൊക്കെ കുറേ മക്കള്. അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര രസത്തിൽ പഴയകാല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ജനനായകനല്ല സോറി കഥാനായകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൂവി ഉണ്ടായിരുന്നല്ലോ ജയറാമേട്ടൻ്റെ. ആ പടത്തിലൊക്കെ കാണിച്ചിട്ടുള്ളൊരു സ്റ്റൈൽ, അല്ലെങ്കിൽ മിഥുനത്തിലൊക്കെ കാണിച്ചിട്ടുള്ളൊരു സ്റ്റൈലിൽ ഒരു കൂട്ടുകുടുംബം. ആ ഒരു കൂട്ടുകുടുംബം നല്ല രസമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളത് അധികം അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതൊരു രസമാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളിക്കുക, അല്ലെങ്കിൽ ഓണത്തിനൊക്കെ പൂക്കളിട്ടും പിന്നെ അതുപോലെ ഊഞ്ഞാലാടിയും അങ്ങനെയൊക്കെ ഒരു രസമുള്ളൊരു സംഭവമായിരുന്നു. അത് പിന്നീട് എൻ്റെ കാലഘട്ടത്തിലോട്ടൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു അണുകുടുംബം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോയി. അതായത് അച്ഛൻ, അമ്മ, 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മെല്ലെ മെല്ലെ പോയി. അത് നമ്മളെ ദൃശ്യം മൂവിയിൽ ലാലേട്ടനൊക്കെ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ ഞാനും എൻ്റെ ഫാമിലിയും, എൻ്റെ ഫാമിലിനെ തൊട്ട് കളിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലോട്ട് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അത് നമ്മളെ കുറേ സിനിമകളിൽ കാണാറുണ്ട്. അതിലൂടെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്, കുറച്ച് പേര് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അണുകുടുംബം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ചായിട്ട് KGF സിനിമേൻ്റെ അകത്ത് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എല്ലാവരും സെൽഫിഷാണ്, എല്ലാവരും ഓരോ ഇതിന്റെ പിറകെ ഓടിയടക്കാണ്, തിരക്കിലിടയിൽ വണ്ടി നിർത്താനൊന്നും ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തന്നാനോ ആ സാധനമൊക്കെ സിനിമയിൽ കണ്ട സമയത്ത് ഭയങ്കര മാസമായിരുന്നു, ഇമോഷണൽ ആയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ടച്ചിങ് ആയിരുന്നു. അത് ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പൊളിറ്റിക്സ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് അത് തോന്നി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അതേ സാധനം വീടുകളിൽ കൂടി കാണുമ്പോൾ, അതായത് കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളും പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ വരുമ്പോൾ, അതായത് ഞാൻ അഹം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ 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 മാത്രം. ദുൽഖറിന്റെ ഒരുപാട് ഇല്ലേ ഞാൻ എന്ന് പറഞ്ഞിട്ട്, ഇല്ലേ എന്ന് തോന്നുന്നു. അപ്പൊ തന്നെ ഞാൻ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്നൊരു മൂവി ഉണ്ടായിരുന്നു കേട്ടോ. ആരും അങ്ങനെ അധികം കാണാൻ വഴിയില്ല. കുറച്ച് ഫാന്റസിയും പിന്നെ ദൈവത്തിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പൊ അതൊക്കെ ഇപ്പൊ കുറച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വാസങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സിനിമേൻ്റെ അകത്ത് പറഞ്ഞൊരു തീം ഏകദേശം ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദൈവ കുടുംബം പോയി, ജോർജ് കുട്ടി കുടുംബം പോയി, ഇപ്പം ഞാൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മാറി. എൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു ഭംഗവും വരാൻ പാടില്ല, എൻ്റെ ഷെഡ്യൂളൊക്കെ കറക്റ്റ് ആയിരിക്കണം, ഞാൻ ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു അണുവിട സാധനങ്ങളൊന്നും മാറരുത് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റിൻ്റെയും മൂവിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അഹം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പുറത്തിപ്പുറത്തൊക്കെ സഹായിക്കാനൊക്കെ കുറച്ചൊരു മടി വന്ന പോലെ ഇല്ലേ? ഈവൻ സംസാരിക്കുന്നടക്കം കുറഞ്ഞ പോലെ ഇല്ലേ? എന്തായിരിക്കും കാരണം? ഡിജിറ്റലൈസേഷൻ ആണ്? അത് മാത്രമായിരിക്കില്ല. എല്ലാവരും എല്ലാത്തിൻ്റെയും പിറകെ തിരക്കിട്ടോടുകയും നമ്മൾ റോക്കി ബൈ പറഞ്ഞത്ര സത്യമല്ലേ. അത്രേ ഉള്ളൂ.